കർണാടകത്തിൽ മലയാളി വ്യവസായിയെ കൊള്ളയടിച്ചു. സൂറത്കലിന് സമീപം ബൈക്കമ്പാടിയിലാണ് സംഭവം. പയ്യന്നൂർ സ്വദേശിയായ വികാസും കുടുംബവുമാണ് കവർച്ചയ്ക്കിരയായത്. 3 കാറിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്തിട്ടുണ്ട്. ശ്രീധരൻ, എന്തൊക്കെ നഷ്ടപ്പെട്ടു? പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ? പ്രതികളെ കുറിച്ച് നിലവിൽ സൂചന ലഭിച്ചിട്ടില്ല ആര്യ. മംഗലാപുരത്തിന് സമീപമുള്ള സൂറത്കൽ ബൈക്കമ്പാടിയിൽ വെച്ചാണ് ഈ കവർച്ച നടക്കുന്നത്. പയ്യന്നൂർ സ്വദേശിയായിട്ടുള്ള വികാസും കുടുംബവുമാണ് കവർച്ചയ്ക്കിരയായത്. മഹാരാഷ്ട്രയിലൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ച് വരികയായിരുന്നു. ഇവരുടെ കൈവശം സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 20 ലക്ഷം രൂപയിലധികം മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് നഷ്ടമായത്. 3 കാറുകളിലെത്തിയ ഒരു സംഘമാണ് ഇവരെ വളഞ്ഞിട്ട് കാർ തടഞ്ഞു നിർത്തി, ദേശീയപാതയിൽ വെച്ച് കാർ തടഞ്ഞു നിർത്തി കവർച്ച ചെയ്തത് എന്നാണ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. ഏതായാലും പരമ്പൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഈ കവർച്ചാ സംഘം ഒരുപക്ഷെ മംഗളൂരുവിൽ നിന്ന് കൊങ്കൺ വഴി മഹാരാഷ്ട്രയിലേക്ക് തന്നെ കടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര പോലീസിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാകും മുന്നോട്ട് പോവുക. ഏതായാലും ഈ വാഹനം തടഞ്ഞു നിർത്തി ഈ വികാസിനെ കാർ ഉൾപ്പെടെയാണ് തട്ടിക്കൊണ്ട് പോയത് എന്നാണ് മനസ്സിലായത്. ഭാര്യയുടെയും മകന്റെയും ആഭരണങ്ങൾ കവർന്ന ശേഷം വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. ഏതായാലും പോലീസ് വിഷയത്തിൽ ഗൗരവമായി തന്നെ എടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി.